നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സംഗതി സക്സസ്. രമേട്ട, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ബോർഡുകൾ എടുത്ത് സ്ഥലം വിടാം. ശരി. അച്ഛൻ വന്നു. ഹലോ മാഡം. അനു പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് ചടങ്ങ് കഴിഞ്ഞു പോയാലേ വിഷ്ണുവേട്ടന്റെ വാഹനം ഇതുവഴി വരാൻ പാടുള്ളൂ. ഓക്കെ മാഡം. നല്ലൊരു ഗിഫ്റ്റ് എന്നെ സത്യക്കും പപ്പയ്ക്കും കൊടുക്കണം. നീ സത്യയെ ലാളിക്കുന്നത് എനിക്കൊന്ന് കാണണം വിഷ്ണു. അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള നിന്റെ മോഹവും ഒരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ നീ കണ്ടോ. രോഹിത്, നമ്മൾ ഒരുപാട് വൈകിയോ? കുറച്ച് വൈകി സത്യമേ. ശേ, പപ്പി പ്രത്യേകം പറഞ്ഞതാ വൈകിയ പപ്പിക്ക് വഴക്ക് കേൾക്കുന്നു. എന്നിട്ട് നമ്മൾ വൈകി. അത് പിന്നെ പാലത്തിന്റെ അവിടെ ഇത്രയും ബ്ലോക്ക് വരും നമ്മൾ ഓർത്തില്ലല്ലോ. ഇതാ ഞാൻ പറയുന്നത്, എവിടെ പോയാലും നേരത്തെ ഇറങ്ങണമെന്ന്. അതെങ്ങനെ എത്ര പറഞ്ഞാലും ആ മുഹൂർത്തത്തിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്തെ ആരെങ്കിലും കയറി വരും. അല്ല, അതിന് പകരമായിട്ടായിരിക്കും ഈ ബ്ലോക്ക് കിട്ടിയത്. എന്നാ ഇനി ഒന്നും നോക്കണ്ട, മാക്സിമം സ്പീഡ് വിട്ടോ. ചടങ്ങ് കഴിയുന്നതിന് മുമ്പെങ്കിലും അവിടെ എത്താം. രമേട്ട, വണ്ടി നിർത്ത്. ആ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് വണ്ടി നിർത്ത്. എന്നിട്ട് ആ റോഡ് സൈഡിന്റെ അവിടെ ഒരു ബോർഡ് വെക്കണം. ആരോ ഭാഗം ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വേണം വെക്കാൻ. ഇനി നമുക്ക് വണ്ടി അല്പം മാറ്റിയിടാം. അല്ല, റോഡ് ക്ലോസ്ഡ് ആണല്ലോ. അവരിതേ വരുന്നുണ്ട്. ചേട്ടാ, റോഡ് ക്ലോസ്ഡ് ആണല്ലോ. എടാ, ഇനി സ്കൂളിൽ സമയത്തെത്താൻ പറ്റുമോ? മാക്സിമം നോക്കാം സത്യമേ. ഓക്കെ, സംഗതി സക്സസ്. രമേട്ട, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ബോർഡുകൾ എടുത്ത് സ്ഥലം വിടാം. ശരി.
വഴി കറക്റ്റ് വഴി തന്നെയാണോ? നേരെ വെച്ചിരുന്ന വഴിയിലൂടെ ആണല്ലോ നമ്മളിപ്പോ പോകുന്നത്. വേറെ ഒരിടത്തേക്കും വഴി തിരിഞ്ഞിട്ടുമില്ല. എടാ, ഇങ്ങനെ നാട് ചുറ്റി നടന്നാൽ നമുക്ക് സമയത്തെത്താൻ പറ്റുമോ? എന്റെ അമ്മ ഇങ്ങനെ ഒരു റോഡ് പണി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ ഈ വഴി വന്നതല്ലേ. ആ, അതിന് നമ്മൾ വരുന്ന വഴിക്കും റോഡ് പണിയൊന്നും കണ്ടില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ അവിടെ ആരെങ്കിലും കൊണ്ട് ബോർഡ് വെക്കും. ഇനി സംശയിച്ച് സ്പീഡ് കുറയ്ക്കണ്ട. വണ്ടി വേഗം നേരെ തന്നെ വിട്ടോ. ചിലപ്പോ ഈ റൂട്ട് ശരിയായിരിക്കും. ആ, ഇനിയിപ്പോ വേറെ നിവർത്തിയില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. ഓരോ വിദ്യാലയങ്ങളിലും മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട്. ചിലർ കലാവാസനകളിലൂടെയും ഇനിയും മറ്റു ചിലർ കലാകായിക മത്സരങ്ങളിലുമാണ് അവരുടെ കഴിവുകൾ തെളിയിക്കുന്നത്. പഠന മികവിൽ കഴിവ് തെളിയിച്ച 7 കുട്ടികളെയാണ് നമ്മളിപ്പോ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവരെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിന്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോ ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. സ്കൂൾ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നടത്തിയ ക്വിസ് കോമ്പറ്റീഷനുകളിൽ മികച്ച നിലവാരമാണ് ഇവർ കാഴ്ചവെച്ചത്. ഇനി ഇവർ മത്സരിക്കുക നാഷണൽ ലെവൽ കോമ്പറ്റീഷനുകളിലായിരിക്കും. ഇപ്പൊ നമ്മൾ രക്ഷകർത്താക്കൾക്കൊപ്പം കൊടുക്കുന്ന ഈ അംഗീകാരം ഇവർക്ക് ഇനിയുള്ള പഠനത്തിന് പ്രചോദനമാകട്ടെ. ബ്രോ, നമ്മൾ പെട്ടു എന്ന് തോന്നുന്നേ. റോഡ് ഇവിടം വരുള്ളോ? എടാ, സ്കൂളിൽ നമുക്ക് സമയത്തെത്താൻ പറ്റുമോ? എന്തായാലും ഫംഗ്ഷൻ തുടങ്ങി കാണും. വിഷ്ണു, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുവാടാ? വണ്ടി റിവേഴ്സ് എടുക്ക്. എന്നിട്ട് വന്ന വഴി തന്നെ പോകാം. പോകുന്ന വഴിക്ക് ആരോടെങ്കിലും വഴി ചോദിക്കാം. ആദ്യമായി അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നത് സത്യഭാമയെയും സത്യഭാമയുടെ ഗാർഡിയനെയുമാണ്. എടാ, കൈയടിച്ചോടാ. നിന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞില്ലേ? അതിനോട് ചേർത്തടിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.